എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം നട്ടിട്ടുണ്ടായിരുന്ന ഒരു ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേന പറിക്കുന്നതിനെ പറ്റിയിട്ടാണ്. എല്ലാ പ്രദേശങ്ങളിലും വളരെ എളുപ്പത്തിൽ വളരുന്നതും കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമുള്ളതായിട്ടുള്ളൊരു സസ്യമാണ് ചേന എന്ന് പറയുന്നത്. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള പച്ചക്കറിയായിട്ടുള്ള ചേന മലയാളികളുടെ ഭക്ഷണത്തിൻ്റെ ഒരു അവിഭാജ്യമായിട്ടൊരു ഘടകമാണ്. ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമാണ്. അതായത് ഏകദേശം ഈ മാർച്ച് മാസത്തിലൊക്കെയാണ് നമ്മൾ ഈ ചേന നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ചേന നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ കഴിയുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. അപ്പോൾ വിളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ വാടി ഉണങ്ങി പോവും. കുറച്ച് നാളായി പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ പോയി. അപ്പോൾ ഇവിടെ ചേന ഉണ്ടെന്നുള്ളത് തന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്നൊരു ഇനമാണ് ചേന. നമ്മൾ എപ്പോഴും കുംഭമാസത്തിലാണ് നടുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് ചേന ഒരു 6-7 കഷ്ണമൊക്കെ ആക്കി മുറിച്ചിട്ട് ഒരാഴ്ച നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും. അങ്ങനെ ഇതിലത്തെ ഈർപ്പം ബാഷ്പീകരിക്കപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു കുഴി എടുത്തിട്ട് കുഴികളിൽ ജൈവവളം അതുപോലെ തന്നെ കരിയിലയും പകുതി നിറച്ചിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഈ വിത്ത് ചേന വെച്ച് നടാനായിട്ട്. അതിന് ശേഷം അത് പാകി ഒരു 10-30 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ ഇലകൾ വരും. ഏതാണ്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വളം വീണ്ടും കൊടുക്കുകയും ചെയ്യണം. മണ്ണ് തണ്ടിനോട് ചേർന്ന് കൂട്ടുകയും വേണം. ജലസേചനം വളരെ ആവശ്യമുള്ളൊരു ഇനത്തിൽപ്പെട്ട കിഴങ്ങ് വർഗ്ഗമാണ് ചേന എന്ന് പറയുന്നത്. മഴയെ ആശ്രയിച്ചാണ് കൂടുതലും ചേന നമ്മൾ വളരുന്നത്. കാരണം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും, അതായത് ഫെബ്രുവരിയിൽ നട്ട് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നല്ല മഴക്കാലം വരും. അപ്പോൾ ഞാനത് പറിക്കുന്നതിന് എളുപ്പത്തിന് കുറച്ച് വെള്ളം നന്നായി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്കത് പറിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമാണ്. ഇതാണ് ചേന. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേന ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ ഇളാങ്ക് വെച്ചിട്ട് നമുക്കതിങ്ങനെ പൊക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ ചേന മുറിയാണ്ട് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി വെള്ളം നമ്മളതിലേക്ക് ചീറ്റിച്ച് കൊടുത്ത് ചേന പറിച്ചെടുക്കാനായിട്ട് നോക്കുന്നത്. ചേനയുടെ കൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ താരതമ്യേന വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ് ചേന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടവിളയായിട്ട്, അതായത് തെങ്ങിൻ്റെ ഇടയിലോ വാഴയുടെ ഇടയിലോ ഒക്കെ നമുക്ക് ഇടവിളയായിട്ടും നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് ചേന എന്ന് പറയുന്നത്. അപ്പോൾ ചേന നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 6-8 മാസം കൊണ്ട് നമുക്കതിൻ്റെ വിളവ് കിട്ടുന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷത. അപ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ചേന എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ അത് ഇളാങ്ക് ഉപയോഗിച്ചിട്ട് അത് പറിച്ചെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഒരു ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിന് കാര്യമായിട്ടുള്ളൊരു പരിചരണമൊന്നും പിന്നീട് കൊടുത്തിട്ടില്ല. അന്ന് നടുമ്പോൾ നമ്മൾ കുറച്ച് വളപ്രയോഗം ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ളൊരു വളപ്രയോഗം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ചേന എന്തായാലും ഞാൻ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നന്നായി കഴുകി എടുക്കണം. കാരണം നന്നായി അതിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായി അത് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ ഉള്ള സ്ഥലത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ഈ ചേന എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ടെറസിൻ്റെ മേലെ വരെ ഗ്രോ ബാഗിലും മറ്റും ഈ ചേന കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മളിവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചേന മണ്ണിൽ തന്നെയാണ് നടുന്നത്. അപ്പോൾ ഏതായാലും ഈ ചേന കഴുകിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 6-7 കിലോ വലിപ്പമുള്ളൊരു ചേനയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ചേന നടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് ചേന എന്ന് പറയുന്നത്. അവിയൽ, സാമ്പാറോ അങ്ങനെ എന്ത് കാര്യത്തിനും നമുക്ക് ചേന എന്ന് പറയുന്ന ഒരു ഭക്ഷ്യപദാർത്ഥത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് കഴുകിയെടുത്തതിന് ശേഷമുള്ള ചേനയുടെ വലിപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ ചേന വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്